ഐലൻഡ് കറക്കം വള്ളത്തിലേക്ക് ഒരു യാത്ര. ആള് താമസമുള്ള 4 ഐലൻഡ് കണ്ട് കറങ്ങി വരും. ഒരാളിന് 50 രൂപയേ ഉള്ളൂ. വള്ളത്തിലേക്ക് ഒരു യാത്ര. ഏവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മഴ കഴിഞ്ഞ് ഒന്ന് തോന്നപ്പോഴത്തേക്ക് ഒരു യാത്ര പോകാം എന്ന് കരുതിയ ഒരു യാത്ര പോവുകയാണ്. മറ്റെങ്ങുമല്ല, നമ്മുടെ കൊല്ലത്തുള്ള സാമ്പ്രാണിക്കൊടി. ഇവിടെ എത്തുന്ന മുന്നേ ഞാൻ കരുതി മഴയൊക്കെ പെയ്തതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കാണില്ല എന്ന് കരുതിയത്. പക്ഷേ ഇവിടെ വന്ന് ജനങ്ങളുടെ ഒരു തിരക്ക് കണ്ടപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ പ്രവേശിക്കാൻ ഒരാൾക്ക് 150 രൂപയും 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ്. ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ 9 തൊട്ട് വൈകിട്ട് 4:30 വരെയാണ്. 1 മണിക്കൂർ ചുറ്റിക്കറങ്ങി വരണേന് 150 രൂപ. അതെ ചേച്ചി, ആ കാണുന്ന ഐലൻഡിലേക്കാണ് 150 രൂപ നമ്മൾ ചുറ്റിക്കറങ്ങി വരുന്നതിന്. അതിന് തക്ക എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ട് ആ ഐലൻഡിലേക്ക് പോകുന്നത്. നേരെ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ബോട്ടിലെ യാത്ര 5 മിനിറ്റ് പോലും എടുത്തില്ല. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഐലൻഡിലെത്തി. ഇവിടെയാണ് ഡ്രോപ്പ് പോയിന്റ്. ഇവിടെ ഇറങ്ങിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ നടക്കുന്നത്. നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. തുടർച്ചയായിട്ട് 2 ആഴ്ച ഇവിടെ മഴ പെയ്തായിരുന്നോ എന്ന് പോലും സംശയിക്കും നമ്മൾ ഇവിടുത്തെ തിരക്കുകളൊക്കെ കണ്ടാൽ. അതുപോലെ ആൾക്കാരുടെ ഒരു തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഈ മരത്തിലൊക്കെ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കണ്ടൽക്കാട് ചെടിയുടെ ഈ കൊമ്പുകളൊക്കെ കൊണ്ട് പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല, ഇവിടെ കുറച്ച് ചേച്ചിമാർ കുറച്ച് പാനീയങ്ങളും സ്നാക്സും വിൽക്കുന്ന ഒരു ചെറിയ കൗണ്ടർ പോലെ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു.
ആ കാണുന്ന സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഐലൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. 150 രൂപയുടെ ഒരു ചാർജ് ഒരാൾക്കുള്ളത്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. കാരണം ഒരു സാധാരണക്കാർക്ക് ഫാമിലി ആയിട്ടൊക്കെ വരണമെങ്കിൽ 150 രൂപയുടെ ചാർജ് ഒരു ഫാമിലിക്ക് വരുമ്പം നല്ലൊരു തുകയായിട്ട് വരും. അത് അവർക്ക് കൂടുതൽ തന്നെയായിരിക്കും. ഈ ഒരു സ്പോട്ടിലേക്ക് വരാനാണ് 150 രൂപ വാങ്ങിക്കുന്നത്. കുറച്ച് നേരത്തെ ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. മറ്റ് ഐലൻഡ് കാണാൻ വേണ്ടി ബോട്ട് സർവീസ് പോകണമെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് ചാർജസ് കൊടുക്കേണ്ടതാണ്. ഐലൻഡ് കറക്കം വള്ളത്തിലേക്ക് ഒരു യാത്ര. ആള് താമസമുള്ള 4 ഐലൻഡ് കണ്ട് കറങ്ങി വരും. ഒരാളിന് 50 രൂപയേ ഉള്ളൂ. വള്ളത്തിലേക്ക് ഒരു യാത്ര. എവിടെ വരെ കൊണ്ടുപോട്ടോ? ഞങ്ങളുടെ ഐലൻഡെല്ലാം കണ്ട് കറങ്ങി വരാം. ഒരു 20 മിനിറ്റ് യാത്ര. എത്ര രൂപയാണ്? 50 രൂപയേ ഉള്ളൂ. 50 രൂപ. എന്തൊക്കെ കാണാനുണ്ട്? ഞങ്ങളുടെ ആള് താമസമുള്ള ഐലൻഡുകൾ, ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡുകളാണ്. 20 മിനിറ്റോ? 20 മിനിറ്റ്. 20 മിനിറ്റിൻ്റെ വേറെ ഐലൻഡുകൾ കാണാൻ വേണ്ടി അഡീഷണൽ ചാർജ് കൊടുത്തിട്ട് യാത്ര ചെയ്യണം. 150 രൂപയുടെ ടിക്കറ്റ് ചാർജ് എടുത്ത് നമ്മൾ ഈ ഐലൻഡിൽ വരുമ്പം അല്പനേരം ഈ വെള്ളത്തിലൊക്കെ ഒന്ന് നിന്ന് എൻജോയ് ചെയ്യാനും അല്പനേരത്തെ ഒരു ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. അത് ഒരു 150 രൂപയുടെ ചാർജ് അധികം തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇവിടെ വരുന്നവർ അല്പനേരത്തെ ബോട്ട് സർവീസും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിൽക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നാൽ മതി. കാരണം വേറെ തുരുത്തിലൂടെ അല്ലെ വേറെ വഴികളിലൂടെ യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത് എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്നാൽ നന്ന്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.